ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്. അതായത്, ഇപ്പോൾ നമ്മളൊരു വ്യക്തിയെ കാണുന്നു. ആ വ്യക്തിയെപ്പറ്റി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന തോന്നലുകൾ എപ്രകാരം ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലുക്ക് അല്ലെങ്കിൽ ലുക്സ്. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്റ്റിലുള്ള വ്യത്യാസം കൊണ്ടാണ് നമ്മൾ ലുക്ക് എന്നും ലുക്സ് എന്നും പറയുന്നത്. ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ മുൻപേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഐ, യു, വി, ദേ എന്നിവ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ലുക്കാണ് യൂസ് ചെയ്യുന്നത്. ഹി, ഷീ, ഇറ്റ് മുതലായവ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ലുക്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇതനുസരിച്ചിട്ട് നമുക്ക് എക്സാമ്പിൾസിലോട്ട് പോകാം. ഹീ ലുക്സ് തേഴ്സ്റ്റി. അവന് ദാഹിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ അവന് ദാഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് വേണേലും പറയാം. ഹീ ലുക്സ് തേഴ്സ്റ്റി. ഹീ എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നതുകൊണ്ടാണ് അവിടെ നമ്മൾ ലുക്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ, യു ലുക്ക് ഹംഗ്രി. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്നും പറയാം. അപ്പോൾ യു എന്ന സബ്ജക്റ്റ് വന്നതുകൊണ്ടാണ് അവിടെ നമ്മൾ ലുക്ക് മാത്രം യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത്, ഷീ ലുക്സ് പ്രഗ്നൻറ്റ്. അവൾ ഗർഭിണിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് യൂസ് ചെയ്തതുകൊണ്ടാണ് ലുക്സ് നമ്മളവിടെ ഉപയോഗിച്ചത്. ഹീ ലുക്സ് മൂഡ് ഓഫ്. അവന് നല്ല മൂഡില്ലെന്ന് തോന്നുന്നു, അല്ലേ? അപ്പോൾ അവിടെ ഹീ എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നതുകൊണ്ട് ലുക്സ് എന്ന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നു. അടുത്തത്, ദേ ലുക്ക് മാരീഡ്. അവർ വിവാഹിതരാണെന്ന് തോന്നുന്നു. ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നതുകൊണ്ടാണ് അവിടെ നമ്മൾ ലുക്ക് മാത്രമായിട്ട് യൂസ് ചെയ്തത്. അടുത്തത്, ഷീ ലുക്സ് ഓൾഡർ ദാൻ ഷീ ഈസ്. അവളെ കണ്ടാൽ കൂടുതൽ പ്രായം തോന്നുന്നു. അത് നമ്മൾ സാധാരണയായിട്ട് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുള്ള ഒരു സെൻറ്റൻസാണ്. ഷീ ലുക്സ് ഓൾഡർ ദാൻ ഷീ ഈസ്. അവിടെ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നതുകൊണ്ടാണ് ലുക്സ് എന്ന് ചേർത്തിരിക്കുന്നത്. ദിസ് സാരി ലുക്സ് വാഷബിൾ. ഈ സാരി നനയ്ക്കാവുന്നതാണെന്ന് തോന്നുന്നു. ദിസ് സാരി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റിന് പകരമാണ്. അപ്പം ഇറ്റ് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലുക്സാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് നെഗറ്റീവ് സെൻറ്റൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യു ഡോണ്ട് ലുക്ക് വെൽ ടുഡേ. ഇന്ന് നിന്നെ കണ്ടിട്ട് സുഖമുണ്ടെന്ന് തോന്നില്ല. അതായത് യു ഡോണ്ട് ലുക്ക് വെൽ ടുഡേ. അവിടെ യു സബ്ജക്റ്റായിട്ട് വന്നതുകൊണ്ടാണ് ഡോണ്ട് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലുക്ക് എന്നുള്ളതുകൂടെ ചേർത്താൽ മതിയാകും. അടുത്തത്, ഹി ഡസിൻറ്റ് ലുക്ക് എ ഡോക്ടർ. അയാളെ കണ്ടിട്ട് ഒരു ഡോക്ടർ ആണെന്ന് തോന്നില്ല. ഹി ഡസിൻറ്റ് ലുക്ക് എ ഡോക്ടർ. ഹി സബ്ജക്റ്റായിട്ട് വന്നതുകൊണ്ട് നമ്മളവിടെ ഡസിൻറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ലുക്ക് ചേർത്തിരിക്കുന്നു. അടുത്തത്, യു ഡോണ്ട് ലുക്ക് എ ഡേ ഓവർ 30. നിന്നെ കണ്ടാൽ 30 വയസ്സിൽ ഒരു ദിവസം പോലും കൂടുതൽ തോന്നില്ല. കണ്ടോ? അപ്പോൾ അവിടെ യു എന്ന സബ്ജക്റ്റ് വന്നപ്പോൾ നമ്മൾ ഡോണ്ടാണ് യൂസ് ചെയ്തത്. അതിനുശേഷം ലുക്ക് ഉപയോഗിച്ചിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അടുത്തത്, ഇതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ഫോം നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഫോം വരുമ്പോഴും സെയിം ഫോർമാറ്റ് തന്നെയാണ്. പക്ഷെങ്കിൽ ആദ്യം നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡു വരുമ്പോൾ ഐ, വി, യു, ദേ എന്നിവ സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യണം. അതിനുശേഷം ലുക്ക് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡസ് പ്ലസ് ഷീ ഓർ ഹീ ഓർ ഇറ്റ് പ്ലസ് ലുക്ക്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ നമ്മൾ ഫോം ചെയ്യുന്നത്. അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം.
ഡു ഐ ലുക്ക് സ്മാർട്ട്? എന്നെ കണ്ടിട്ട് സ്മാർട്ട് ആണെന്ന് തോന്നുന്നുണ്ടോ? ഡു ഐ ലുക്ക് സ്മാർട്ട്. അടുത്തത്, ഹൗ ഡു ഐ ലുക്ക് ഇൻ ദിസ് സാരി? ഈ സാരിയിൽ എന്നെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഹൗ ഡു, അവിടെ ഡു വന്നതുകൊണ്ടാണ് സബ്ജക്റ്റ് നമ്മൾ അവിടെ എന്താണ്, ഐ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലുക്കാണ് പിന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹൗ ഡു ഐ ലുക്ക് ഇൻ ദിസ് സാരി? ഈ സാരിയിൽ എന്നെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.